സന്ധ്യയ്ക്ക് മാനസിക രോഗമുണ്ടെന്നാണ് അവർ പറയുന്നത്, ശരിയാണോ? അത് അവര് ഇപ്പൊ അവള് പറഞ്ഞല്ല, അവരുടെ വീട്ടിൽ ചെന്ന പിന്നെയാണ് അവള് എൻ്റെ അനിയത്തി ഇങ്ങനെ ആയിരുന്നു, അങ്ങനെ വന്നേക്കണമെന്നാണ് അവരുടെ. ഇവൻ തല്ലലും പിടിക്കലും കുടിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഇതാണ് ഇരുപത് സ്വർണ്ണമൊക്കെ എടുത്ത് ഇവിടെ ചെന്ന് കല്യാണത്തിന് 5 ദിവസം കഴിഞ്ഞപ്പോൾ താൽമാല പൊട്ടിച്ചെടുത്തവൻ. പറഞ്ഞാൽ അവിടെ ചെന്നാൽ നമുക്കൊന്നും ഒരു കുറവില്ലാന്ന് തോന്നും, പക്ഷെ പോരാണ്, ജീവിക്കാൻ നിർത്തിയില്ല. കൊച്ചുങ്ങളെ അടിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, കൊച്ചുങ്ങളൊക്കെ എടുക്കാൻ പാടില്ല. ഈ മാനസിക രോഗി എന്ന് പറഞ്ഞു തുടങ്ങിയത് അവരെ വീട്ടിൽ ചെന്നേ പിന്നെയാണ്. അവരാണോ പറഞ്ഞു തുടങ്ങി? കൊച്ചവിടെ എന്ന് ചോദിച്ചിട്ട് ഒന്നും പറയണില്ല. ഇവിടെ എല്ലാവരും അച്ഛനും എല്ലാവരും ചോദിക്കണത്, ഇവളും ചോദിച്ച് ഇവിടെ ഒരു കൂസലും ഇല്ലാണ്ട് വന്ന് പെരയിൽ കയറി അവിടെ ഇരിക്കാൻ താഴെക്കുത്തിരി അവിടെ ഇരിക്കുന്നുണ്ട്. നമസ്കാരം. സന്ധ്യയുടെ അമ്മ അല്ലി നമ്മോടൊപ്പം ശരിയാണ്. അമ്മ, ഇപ്പം ഈ സന്ധ്യയുടെ ഭർത്തൃ വീട്ടുകാരൊക്കെ വലിയ ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് അതിന് പറയാനുള്ളത്? അവര് ഒഴിയണതാണ്. ഞങ്ങളുടെ പേരിൽ കുറ്റം വെച്ചുകൊണ്ടേ കൊച്ചും പോയി അവര് ഒഴിയണതാണത്. അവരുടെ അതുകൊണ്ടല്ലേ അവള് മോള് ഇങ്ങനെ ചെയ്തേക്കണതേ. സന്ധ്യയ്ക്ക് മാനസിക രോഗമുണ്ടെന്നാണ് അവർ പറയുന്നത്, ശരിയാണോ? അത് അവര് ഇപ്പൊ അവള് പറഞ്ഞല്ല, അവരുടെ വീട്ടിൽ ചെന്ന പിന്നെയാണ് അവള് എൻ്റെ അനിയത്തി ഇങ്ങനെ ആയിരുന്നു, അങ്ങനെ വന്നേക്കണതാണ്. അല്ലാണ്ട് അവക്ക് എങ്ങനെയാണ് അവിടെ എന്താ പീഡനം ഉണ്ടായിരുന്നത്? പീഡനമുണ്ട്. അമ്മായിമ്മയായിട്ട് അമ്മായിമ്മ കൂടൂല, മനസ്സം കൂടൂല. ഈ അനിയന്മാര് കെട്ടിയ ഈ ഭർത്താവ് ഇത്ര പേരെ ഉള്ളു ആ വീട്ടില്. പിന്നെ ചുറ്റും 2 വീടുകളും ഉണ്ട്. അവിടുത്തെ ആൾക്കാരും ഇതിനോട് മിണ്ടേയില്ല. എന്തെങ്കിലും കൂത്ത് പറഞ്ഞ് ജീവിക്കാൻ നിർത്തിയില്ല അവിടെ. ഏതൊക്കെ തരത്തിലാണ് ഉപദ്രവിച്ചതെന്നാ പറഞ്ഞത് മകള്? എന്നാണ് ഇവൻ തല്ലലും പിടിക്കലും കുടിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഇതാണ് ഇരുപത് സ്വർണ്ണമൊക്കെ എടുത്ത് ഇവിടെ ചെന്ന് കല്യാണത്തിന് 5 ദിവസം കഴിഞ്ഞപ്പോൾ താൽമാല പൊട്ടിച്ചെടുത്തവൻ. പിന്നെ അമ്മായിമ്മ അങ്ങനെ പണിയെടുക്കുന്നത് പോരാ എന്ന് പറഞ്ഞ് ഇതിന്റെ പുറകെ നടക്കും ഇവര്. എങ്ങനെയാണ് ഈ കല്യാണം നടന്നത് സന്ധ്യയും സുഭാഷും തമ്മിലുള്ള? ഞങ്ങള് ഈ മെട്രോമണിയിൽ നിന്ന് പറഞ്ഞ് ആണ് കല്യാണം നടന്നത്. ഇങ്ങനെ എത്ര ദൂരെ അപ്പൊ ഇവൾക്ക് ഇവിടെ അത്ര ഇതുമായിട്ട് പന്നില്ല. വിദ്യാഭ്യാസം കുറവായിരുന്നു. പഠിച്ചു? പ്രീ ഡിഗ്രി +2 അത്ര പോയിട്ടുള്ളൂ ആള്. എത്രാമത്തെ വയസ്സിലാണ് കല്യാണം നടന്നത്? 22. 12 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. പറഞ്ഞാൽ അവിടെ ചെന്നാൽ നമുക്കൊന്നും ഒരു കുറവില്ലാന്ന് തോന്നും, പക്ഷെ പോരാണ്, ജീവിക്കാൻ നിർത്തിയില്ല. കൊച്ചുങ്ങളെ അടിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, കൊച്ചുങ്ങളൊക്കെ എടുക്കാൻ പാടില്ല. അത് പറയണേ. ഈ വീട്ടിൽ നിന്ന് അപ്പുറത്താണ് തറവാട് വീട്. അങ്ങടേക്ക് നേരം വെളുത്ത ഓടി അവരുടെ അടുത്ത് ചെല്ലും. ഇവർക്ക് ഒരു സാധനവും ഇല്ല അവിടെ. ഈ കല്യാണത്തിന് മുമ്പ് ഒരു കുഴപ്പവും സന്ധിക്കില്ലായിരുന്നു? ഇല്ല. ഈ മാനസിക രോഗി എന്ന് പറഞ്ഞു തുടങ്ങിയത് അവരുടെ വീട്ടിൽ ചെന്നേ പിന്നെയാണ്. അവരാണോ പറഞ്ഞു തുടങ്ങി? അമ്മ, ഇവരുടെ അമ്മേ. എന്താ പറഞ്ഞ അമ്മായിയമ്മ? ഇതിനും അവനും പറയും, അവനും ഇത് തന്നെ പറയുള്ളൂ. ഇതിന് തലയ്ക്കെന്തോ കുഴപ്പമുണ്ട്, കറണ്ട് പിടിപ്പിക്കണം, എങ്ങനെ പറയുള്ളൂ അവൻ. മാനസികമായിട്ട് കുഴപ്പമാണ്. പിന്നെ അവിടെ അയൽക്കത്തുള്ളവരൊക്കെ കൗൺസിലിങ്ങിനും ഉണ്ടോണമെന്ന് അങ്ങനെ പറയണം. അപ്പം ഞങ്ങൾ നാളെ അങ്കമാലി ആശുപത്രി കൊണ്ട് അല്ലെങ്കിൽ ആശുപത്രി കാണിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് കയറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാർച്ച് മാസത്തിലൂടെ വന്ന് മുഴുവൻ ദിവസം നിന്നിട്ട് ഞങ്ങൾ എൽ കാണിച്ച് അങ്കമാലിയിൽ സർട്ടിഫിക്കറ്റ് ഡോക്ടർ എഴുതി തന്ന്. ഇല്ല. അപ്പം 35 വയസ്സ് ഇപ്പം ആയിട്ടുണ്ട്. 19 വയസ്സിൻ്റെ ബുദ്ധി കുറവ് അത്ര ഉള്ളൂ എന്ന് പറഞ്ഞു. വേറെ കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ അവൾക്ക് തോന്നിക്കണത് ബുദ്ധി കുറവ് മദ്യത്തിൻ്റെ ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ മാനസികമായിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. നോർമലാന്ന് പറഞ്ഞ് എഴുതി തന്നു. അതുകൊണ്ട് ചെന്നാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് വീട്ടിലോട്ട് കയറ്റിയത്. ഈ മരിച്ചുപോയ കുഞ്ഞിനെ നേരത്തെയും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു, ടോർച്ച് കൊണ്ട് തലക്കടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്, ശരിയാണോ? അത് അങ്ങനെ അവരുടെ വീട്ടിൽ നടന്നതൊക്കെ ഇതൊക്കെ അറിയാൻ പാടില്ല. പിന്നെ ഈ കൊച്ചുങ്ങളൊക്കെ എല്ലാം ചെയ്യുള്ളൂ. മൂത്ത കൊച്ച് 6ാം ക്ലാസ്സിലായി, 6ലോട്ടായി. അത് അവരുടെ സൈഡാണ്. ഇവള് പറയുന്നതൊന്നും കേൾക്കില്ല. ഇവള് വെച്ച് കൊടുക്കുന്നത് വേണ്ട, അവിടുത്തെ അമ്മ വയ്ക്കുന്നത് മതി എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകലും. ഇവളും അങ്ങോട്ട് തീരെ ഇതായി. കൊച്ചിറക്കനും എന്തെങ്കിലും മിണ്ടീനി അപ്പോൾ ഓടിച്ചെന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം മകൾ ഇങ്ങോട്ട് വന്നോ വീട്ടിലേക്ക്? ഇന്നലെ വന്നിണ്ടായില്ല. എത്ര മണിക്കാ വന്നത്? 7 മണിക്ക്. ഈ കൊച്ചിനെ കൊണ്ട് അംഗനവാടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് 7 മണിയാണ് ഇവിടെ വന്നപ്പോൾ. കുഞ്ഞുമായിട്ടാണോ? ഇല്ല, കുഞ്ഞിനെ അവള് ഈ പണി ചെയ്തുകൊണ്ടാണ് അവൾ ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് എന്താ അമ്മയോട് പറഞ്ഞു? ഞാൻ ഈ രാത്രി കൊച്ചുകുഞ്ഞിനെയും കൊണ്ടാണ് അവിടെ പോന്നേക്കണത്. അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊച്ചവിടെ എന്ന് ചോദിച്ചിട്ട് ഒന്നും പറയണില്ല. ഇവിടെ എല്ലാവരും അച്ഛനും എല്ലാവരും ചോദിക്കണത്. ഇവളും ചോദിച്ച്
ഇവിടെ ഒരു കൂസലും ഇല്ലാണ്ട് വന്ന് പെരയിൽ കയറി അവിടെ ഇരിക്കാൻ താഴെക്കുത്തിരി അവിടെ ഇരിക്കാനുണ്ട്. അപ്പം അവൻ പറഞ്ഞ് ഞങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ പുത്തൻകുരിശിലോട്ട് വിളിച്ച്. അപ്പം ഈ ഇവിടെ വരുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല, അങ്ങനെയാണ് ഇവിടുന്നാണ് പരാതി നിങ്ങൾ കൊടുക്കുന്നത്, അങ്ങനെയാണോ? പിന്നെ ഇവിടെ നിന്നല്ല, അവൻ കൊച്ചിൻ്റെ അച്ഛൻ പരാതി കൊടുത്ത്. അപ്പോൾ മകൾ ഇവിടെ തന്നെയാണ്, വീട്ടിൽ തന്നെ? ഇവിടെ ഉണ്ട്. ഇനി ഞങ്ങൾ പോലീസിൽ അറിയിക്കാൻ പോകണമെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പോലീസ് കൂടെ വന്ന് രാത്രി 8 മണി ആയിപ്പോഴേക്കും. എന്നിട്ടും പോലീസുകാരോടും പറഞ്ഞില്ല അവള്. പിന്നെ ഞങ്ങൾ ഇവിടെ അവിടുത്തെ അവരുടെ നാട്ടിലെ മെമ്പർ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, വേഗം കൊച്ചിനെ കൊണ്ട് വല്ലയിടത്തേക്ക് പോയാൽ നീങ്ങി പോകൂലേ, അപ്പം നിങ്ങൾ ആലുവയിലോ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ചങ്ങനാട്ട് അറിയിച്ച് അവരും വന്ന്. എന്നിട്ട് 2 വീട്ടിലും കൂടി ഇങ്ങോട്ട് പോയി. എനിക്ക് അറിയാൻ പാടില്ല, ജംഗ്ഷനിൽ ചെന്ന് മൂഴിക്കുളത്തേക്ക് പോയെന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അവിടെ വന്നിറങ്ങി വെള്ളിമൂങ്ങാന്നും പറഞ്ഞൊരു ഓട്ടോറിക്ഷയ്ക്ക് നമ്മളിവിടെ വന്നേന്ന് പറഞ്ഞപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ നിന്ന് വന്നേന്ന് പറഞ്ഞു കൊച്ച് വടക്കുന്ന്. എന്നിട്ട് ഞാൻ എൻ്റെ വണ്ടി കയറാണ് ഇതെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് വരാൻ കാരണം ഒന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് അവിടെ ഉള്ള ഓട്ടോറിക്ഷക്കാരൻ ഈ പാലത്തിൻ്റെ അടുത്തുനിന്ന് വന്നാണ്ടെന്ന് പറഞ്ഞു. അമ്മയോട് പിന്നെ പറഞ്ഞോ കുഞ്ഞിനെ അങ്ങനെ വെള്ളത്തിൽ എറിഞ്ഞു എന്ന് പറഞ്ഞു? ഞങ്ങളോട് വേണ്ടി പോലീസുകാർ കൊണ്ടുപോയിട്ട് പിന്നെ അവളോട് വന്നിട്ടില്ല. പോലീസ് കൊണ്ടുപോയതിന് ശേഷം പോലീസിനോടാണ് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അവിടെ ഓട്ടോറിക്ഷക്കാർ പറയാണ് ഇത് ഇങ്ങനെ ഇവർ അവിടെ നിന്ന് നടന്നു എന്നെ കണ്ടെന്ന് പറഞ്ഞു പാലത്തിൻ്റെ അടുത്തുനിന്നേ. അപ്പോൾ ഇവള് ഉണ്ടായിരുന്നു അവിടെ. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ അവിടെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സംഗതി ഉണ്ടായിക്കണം. അവരുടെ വീട്ടിൽ ഊറ്റ പ്രകാരം ജീവിച്ചു വന്നു കൊടുത്തില്ല. അപ്പോൾ ഈ കൊച്ചങ്ങളെ ഓർത്താണ് ഞങ്ങൾ അങ്ങോട്ട് വിട്ടുകൊണ്ടിരുന്നത്. വിളിച്ചോണ്ട് വരാഞ്ഞത് ഇവിടെ നിന്ന് കഴിയുമ്പോൾ അവൾക്ക് കൊച്ചിനെ കാണാണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഈ മരിച്ചുപോയ കൊച്ചേ അങ്ങോട്ട് പോകണമെന്ന് പറയും. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നാക്കും. മരിച്ചുപോയ കുഞ്ഞിനോട് അത്രയും സ്നേഹമായിരുന്നു. കൊച്ചിന് സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് പിരിഞ്ഞ് നിൽക്കൂലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കൊടുത്തും വിടൂലല്ലോ അവര്. പിന്നെ ഞാൻ 1 മാസം അവിടെ കാണാണ്ട് നിന്നവള്. ഈ സാധാരണ ഈ കുഞ്ഞുമായിട്ടല്ല ഇവിടെ വരുന്നത്, അല്ലാതാണ് വരുന്നത്. ഒറ്റയ്ക്കൊക്കെ കൊച്ചങ്ങളെ കൊണ്ട് വരുന്നത്. പിന്നെ ഒറ്റയ്ക്ക് കാലത്ത് വന്നോണ്ട് ഇതുവരെ നേരമാകുമ്പോൾ പോവുകയുള്ളൂ. അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ പോലെ പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടതൊന്നും മേടിക്കാൻ അവിടെ ഇല്ല. അവർ ഞങ്ങൾ ചെല്ലുമ്പോൾ പറയും ഇവിടെ എന്തിൻ്റെ കുറവാന്ന് പറയും. മനസ്സമാധാനം ഇല്ല അതിന്. എന്തിൻ്റെ കുറവാന്ന് പറയും അവർ. ഈ പൊത്തർച്ചിയൊക്കെ വെച്ചതിന് ആൾക്കാരാണ്. അപ്പോൾ അത് ഒരു ചീഞ്ചട്ടിയോടെ വെച്ചിട്ടുണ്ടാവും. അത് ഇവിടെ നമുക്ക് വേണ്ട അതൊന്നും. പിന്നെ മീനോടും അങ്ങനെ അത്ര ഇതൊന്നുമില്ല. പിന്നെ പച്ചക്കറി സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഇവിടെ മേടിച്ചിട്ട് അവനങ്ങനെ ഇഷ്ടപ്പെട്ടതൊന്നും മറ്റോ മേടിച്ച് കൊടുക്കുകയൊന്നുമില്ല. പിന്നെ അമ്മ എന്തെങ്കിലും പോരണമെന്ന് പറയുകയും ചെയ്യും. എനിക്കറിയാൻ പാടില്ല എന്താണ് ഇതിനിങ്ങനെ വന്നുപോയെന്ന്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടുംബം പോയില്ലേ. എപ്പോഴെങ്കിലും ആ ജീവിതം അവസാനിപ്പിക്കണമെന്നെല്ലാം പറഞ്ഞിരുന്നോ, വിവാഹ ജീവിതം അവിടുത്തെ? അങ്ങനെ പറയാറുന്ന്. ഇനി രക്ഷയിലുണ്ടായി ഞാൻ കൊച്ചുമോൻ പോയി ചാവും, അതാണ് ഇതന്ന് അങ്ങനെ പറയുമായിരുന്നു. മൂത്ത കൊച്ചിനുള്ള അറിവായി. അവൻ ഇവിടെ അടുത്തേക്ക് അടുക്കൂല, അവരോട് കൂടി കാണും. പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും കൊച്ചിനെങ്ങനെ ചെയ്യുന്നുള്ളതേ ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല. എന്നാൽ പിന്നെ ഇവിടെ കൊണ്ട് നിർത്തിയാനെ. ഒന്നും പോകണ്ട, നീ അങ്ങോട്ട് പോകണ്ട, അവിടെ നിന്ന് അവർ വളർത്തട്ടെ, അവർ നോക്കിക്കോളൂല. കൊച്ചിന് വേണ്ടി നോക്കിക്കോളൂ അവർ. കൊച്ചുങ്ങൾ നല്ല ഇതിൽ അവർ വളർത്തണതേ. ഇവളോട് ദേഷ്യമുണ്ട്. ഇതും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്ക് ദേഷ്യമായി. അപ്പോൾ അവന് തോന്നുന്നു എൻ്റെ അമ്മേനെയും അനിയന്മാരെയൊക്കെയുള്ള പറയണേ. അപ്പോൾ കുടുംബം നടന്നു പോകാനായിട്ട് അവരോട് സപ്പോർട്ട് ചെയ്യണമെന്ന് നിൽക്കണത്. 15 പവനും കൊടുത്ത് 2 ലക്ഷം രൂപയും കൊടുത്താണ് ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ ഇവക്കും കൊടുത്തു. ഇവക്ക് പൈസ കൊടുത്ത് ഞങ്ങൾ ഓർക്കണല്ലോ. 30 പവൻ കൊടുത്താണ് കല്യാണിച്ചത്. പക്ഷെ ആൾ പഠിക്കാത്തൊരു പുറകോട്ട് ആയിരുന്നു ഈ മോളെ. പിന്നെ എന്താണ് വരാണോ അങ്ങനെയുള്ള ചിന്ത. ആ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഇതിന് ആലോചിക്കാനായിട്ടുള്ള ഈ മോളെ പോലെ അല്ലല്ലോ. കുഞ്ഞിനെ മകളാണ് ഇങ്ങനെ ചെയ്തതെന്ന് നമ്മളെപ്പോഴാണ് അറിയുന്നത്? ഇവള് വന്ന് പറഞ്ഞേ. പിന്നെ ഞങ്ങളോട് വരാനമ്മയെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മോൾക്ക് എന്തോ പറ്റി. അപ്പോൾ അതിക്ക് പിന്നെ ഇവള് പറഞ്ഞ് വണ്ടിയിലും കണ്ടിട്ടമ്മ ഇവള് ഇറങ്ങി പോകുന്നെന്ന് പറഞ്ഞു. അപ്പം കരോട്ടുണ്ടല്ലോ, കൊച്ചുങ്ങൾ എങ്ങനെയും കണ്ടുപിടിക്കാമല്ലോ അവരുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ട്. അപ്പം ഈ വെള്ളത്തിൽ പോയിപ്പോൾ അറിയാൻ പാടില്ല പഴയ കുണിന്നിട്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേ എൻ്റെ മോള് പറഞ്ഞു, ഈ മോള് പറഞ്ഞു അവൾ ഇങ്ങനത്തെ പണി ചെയ്തുകൊണ്ടാണ് കൂസലില്ലാണ്ട് കയറി വന്നേന്ന് പറഞ്ഞു. അപ്പം ഇന്നലെ എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടോ എങ്ങനെ, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയിലൊക്കെ പറ്റണില്ല. എല്ലാവരും ഇവരുടെ കൂടെ ഇലക്കത്തുള്ളവർ നിൽക്കും. ഇലക്കത്തുള്ളവരൊക്കെ നല്ല കഴിവ് ഉള്ള ആൾക്കാരാണേ. അപ്പോൾ അവർ നിൽക്കുമ്പോൾ ഇവിടെ ഒറ്റയായി പോയില്ലേ. എന്നിട്ട് ഇവർ അമ്മ എന്നോട് പറഞ്ഞു, അമ്മ ഇടയ്ക്ക് വന്നം
ഇവിടെ ഒറ്റയാണ്, എല്ലാവരോടും കൂടാതെ ഇവിടെ ഇവിടുന്ന് ജീവിച്ച് പോണേന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മളൊരു കുടിയും കുടുംബമായിട്ട് ജീവിച്ച് പോണതല്ലേ, ഇട്ടേച്ച് ഇത്രയും ദൂരെ പോകണ്ടേ. നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ഇനി പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പരാതി ഇനിയിപ്പോൾ ഞങ്ങളുടെ അവര് നല്ലവരല്ല. അപ്പം ഞങ്ങൾ പോലീസുകാർ വരുമ്പോൾ അങ്ങനെ പറയണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവരെ കൊണ്ടുള്ള ഇതും കൊണ്ടാണ് അവള് ഇങ്ങനെ ചെയ്തേക്കണതേ.